ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ആനു വ്ളോഗ് 8 ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 16, 2024. ഡിസംബർ 16 ഒരു പ്രത്യേകതയുണ്ട്. ഡിസംബർ 16 ബഹറിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ ഈ കുഞ്ഞു പവിഴദ്വീപിൽ അധിവസിക്കുന്ന എല്ലാവർക്കും അറിയാം ഡിസംബർ 16-ന്റെയും 17-ന്റെയും പ്രത്യേകത. ബഹറിൻ്റെ നാഷണൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് ഡിസംബർ 16-ഉം 17-ഉം. ഈ വർഷം ബഹറിൻ 53ാമത് നാഷണൽ ഡേ ആണ് ആഘോഷിക്കുന്നത്. ഈ നാഷണൽ ഡേ പ്രമാണിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ലൈറ്റ്നിങ്ങും അതുപോലെ തന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉമ്മലസത്ത് നേരെ ബഹറിൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. സമയം ഏകദേശം 3:30 മണി. നല്ല തണുപ്പാണ്. ഔട്ട് സൈഡൊക്കെ നമുക്ക് കാണിക്കുന്നത് ഇപ്പോൾ 10 ഡിഗ്രിയൊക്കെയാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ബഹറിൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഒരുപാട് കാർണിവൽ ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഇവൻറ്റും അതുപോലെ തന്നെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഫയർ വർക്ക്സിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാക്സിമം ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ വരുന്ന ഒരു ഫയർ വർക്ക്സാണ് അവിടെ നടത്തുന്നത്. 7 മണിക്കാണ് ഫയർ വർക്ക്സ് തുടങ്ങുന്നത്. ഇപ്പോൾ 3:30 മണിയായി. ഞങ്ങളോടൊപ്പം രാജും ബിസ്മിയൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ ഉമ്മലസത്ത് നിന്ന് നേരെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോയെങ്കിൽ മാത്രമേ ഒരു 5:30 മണിക്കെങ്കിലും അവിടെ എത്താൻ കഴിയത്തുള്ളൂ. അത്രമാത്രം ക്രൗഡും ട്രാഫിക്കൊക്കെയാണ് ആ സ്ഥലങ്ങളിലുള്ളത്. എന്തായാലും പാർക്കിംഗ് ആ ഒരു ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ അലോക്കേറ്റഡ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ നടക്കുന്ന ഫയർ വർക്ക്സിൻ്റെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതാണ്ട് 1 മണിക്കൂറത്തെ ട്രാഫിക്കിന് ശേഷം ഞങ്ങൾ സെല്ലാക്കിലെ ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലെത്തി. സെല്ലാക്കിൽ നിന്ന് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിലേക്ക് എത്താൻ വേണ്ടി മാത്രം ഏകദേശം 20-25 മിനിറ്റോളം എടുത്ത്. സാധാരണ നാഷണൽ ഡേ ആകുമ്പോഴത്തേക്ക് ഈ റോഡൊക്കെ അത്രമാത്രം ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ സെല്ലാക്കിലെ ഈ ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൻ്റെ പാർക്കിംഗ് P1 മുതൽ P5 വരെ പാർക്കിംഗ് ഫുള്ളായിരുന്നു. ഞങ്ങൾക്ക് P6-ലാണ് കിട്ടിയത്. P6-ൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഈ WBKM എന്ന് പറയുന്ന ഇവൻ്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി. ആ ഒരു ഇൻ്റർനാഷണൽ സർക്യൂട്ടിനുള്ളിലാണ് ഈ കാർണിവൽ നടക്കുന്നത്. ആ കാർണിവലിൻ്റെ വീഡിയോ അത് ഒത്തിരി കാഴ്ചകളുണ്ട്, മനോഹരമായ കാഴ്ചകളുണ്ട്, ഒരുപാട് ദൃശ്യവിസ്മയങ്ങളുണ്ട്. ആ കാഴ്ചകൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും. അതിൻ്റെ പേരും WBKM എന്ന് പറയുന്ന ഒരു ഇവൻ്റായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ എന്തായാലും ആ ഇവൻറ്റിലേക്ക് പോവുകയാണ്. ആ ഇവൻറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിലാണ് ഈ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളും കാണുവാൻ കഴിയും. ആ ഇവൻ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നവംബർ 20 മുതൽ ഡിസംബർ 17 വരെയാണ് ഇവൻ്റ് നടക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവൻറ്റിൻ്റെ ടൈം. ഒരാൾക്ക് 1 ദിനാറ് 650 ഫിൽസാണ് ടിക്കറ്റ് നിരക്ക്. 2 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതായുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ദൃശ്യവിസ്മയങ്ങളും ഒക്കെ ആ ഇവൻറ്റിൻ്റെ വ്ളോഗിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം സമയം 7 മണിയായപ്പോഴത്തേക്ക് ഫയർ വർക്ക്സ് തുടങ്ങി. അത്ര മനോഹരമായ ഫയർ വർക്ക്സാണ്. ഏകദേശം 10-15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന അത്ര മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ഒരുക്കിയിരുന്നത്. ഒരുപാട് സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ സ്ഥലത്ത് ആ ഇവൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ ഈ സെല്ലാക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഹൈറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെ ഈ ഒരു ദൃശ്യം കാണുവാൻ വേണ്ടി എത്തിയിരുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ 7:15 അല്ലെങ്കിൽ 7:20 പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 1.5-2 മണിക്കൂർ സമയമെടുത്ത് ഞങ്ങൾ ബഹ്റൈൻ ബേ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അത്രമാത്രം ക്രൗഡും അത്രമാത്രം ട്രാഫിക്കുമായിരുന്നു. എന്തായാലും ഇത്രയും വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങളൊരു ഫയർ വർക്ക്സ് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത് 2024 ബഹ്റൈൻ നാഷണൽ ഡേ ആയിട്ട് പ്രമാണിച്ച് നടത്തിയ ഫയർ വർക്ക്സ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു ഫയർ വർക്ക്സും ഇതിൻ്റെ വിസ്മയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും എൻ്റെ ചാനൽ കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു ദൃശ്യവിസ്മയമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.